കോട്ടയം പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ലുകളിൽ കർക്കടകപ്പെയ്ത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. പുറത്തെ പേമാരിയേക്കാൾ വലിയൊരു പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നു ഇൻസ്പെക്ടർ വിജയുടെ മനസ്സ്. പ്രശസ്ത ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ റിയ മേനോനെ കാണാതായിട്ട് ഇപ്പോൾ കൃത്യം 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അന്വേഷണം ഒരു ചുവരുമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. സ്റ്റേഷനിലെ മങ്ങിയ വെളിച്ചത്തിൽ ചോദ്യം ചെയ്യൽ മുറിയിൽ തളർന്നിരിക്കുന്ന റിയയുടെ ഭർത്താവ് നവീനെ വിജയ് നോക്കി. കോട്ടയത്തെ പ്രമുഖ വ്യവസായിയായ നവീൻ്റെ മുഖത്ത് ഭയവും സങ്കടവും നിഴലിക്കുന്നുണ്ടായിരുന്നു. അവസാനമായി റിയയെ കാണുമ്പോൾ രാത്രി 10 മണിയായിരുന്നു സർ. ക്ലിനിക്കിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നതാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. മഴ കനത്തതുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൾ കേട്ടില്ല. നവീൻ്റെ ശബ്ദം ഇടറി. വിജയ് ആലോചനയിലാണ്ടു. ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളില്ല, സാക്ഷികളില്ല. വീടിനുള്ളിൽ റിയ ഉപയോഗിക്കാറുള്ള ജാസ്മിൻ പെർഫ്യൂമിൻ്റെ ഗന്ധം അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിജയുടെ ശ്രദ്ധ തിരിച്ചത് മറ്റൊരു നിസാര കാര്യമായിരുന്നു. റിയയുടെ ഡെസ്കിന് മുകളിൽ കണ്ട തിളക്കമുള്ള ഒരൊറ്റ ചുവന്ന റോസാപ്പൂവിതൾ. ആ പൂവിതൾ അവിടെ എങ്ങനെ വന്നു? റിയയുടെ ഡയറിക്ക് മുകളിൽ അത് വെച്ചതാണോ അതോ വീണതാണോ? ആ ചുവപ്പ് നിറം വിജയുടെ ഉള്ളിൽ എന്തോ ഒരു അപകട സൂചന നൽകി. അത് വെറുമൊരു പൂവിതളല്ല, മറിച്ച് നിശബ്ദമായ ഒരു നിലവിളിയാണെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. പുറത്ത് മഴ കനക്കുകയാണ്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. റിയ എവിടെയാണ്? ആ പൂവിതൾ നൽകുന്ന സൂചന എന്താണ്? വിജയ് ആ റോസാപ്പൂവിതളിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നവീനെ ഒന്ന് നിരീക്ഷിച്ചു. നവീൻ്റെ മുഖത്ത് പരിഭ്രാന്തിയുണ്ടെങ്കിലും അയാളുടെ കണ്ണുകളിൽ എന്തോ ഒന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഭാവം വിജയ് ശ്രദ്ധിച്ചു. നവീൻ, റിയയുടെ ക്ലിനിക്കിൽ ആ രാത്രി ആരാണ് വിളിച്ചതെന്ന് നമ്മൾ പരിശോധിച്ചു. ആ ഫോൺ കോൾ വന്നത് ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ്. ഡോക്ടർക്ക് അത്രയും അത്യാവശ്യമായി പോകാൻ മാത്രം ഗൗരവമുള്ള എന്ത് കേസായിരുന്നു അത്? വിജയ് കടുപ്പത്തിൽ ചോദിച്ചു. നവീൻ ഒന്ന് പതറി. അത് സാധാരണ വരുന്ന കേസായിരിക്കില്ലേ സർ? റിയ പലപ്പോഴും രാത്രികളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാറുണ്ട്. വിജയ് അവിടെ നിർത്തിയില്ല. അദ്ദേഹം ഉടൻ തന്നെ റിയയുടെ ക്ലിനിക്കിലേക്ക് തിരിച്ചു. മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കിലെ ഫയലുകൾ പരിശോധിച്ച വിജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 1 മാസമായി റിയ ഒരു മിസ്റ്ററി പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. ഫയലിൽ പേരോ വിലാസമോ ഇല്ല, പകരം എസ് എന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നേരം വിജയുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു. റിയയുടെ കാർ കുമരകം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വിജയ് അങ്ങോട്ടേക്ക് കുതിച്ചു. കാറിനുള്ളിൽ നിന്ന് കിട്ടിയത് റിയയുടെ ബാഗും മൊബൈൽ ഫോണുമാണ്. എന്നാൽ സീറ്റിനടിയിൽ നിന്ന് വിജയ്ക്ക് മറ്റൊരു കാര്യം കൂടി ലഭിച്ചു. കരി പിടിച്ച ഒരു പഴയ താക്കോൽ. അതിൽ ഒരു വീട്ടുപേര് കൊത്തിവെച്ചിരുന്നു, നീലാംബരി. വിജയുടെ നെഞ്ചിടിപ്പ് കൂടി. നീലാംബരി എന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊലപാതകം നടന്ന തറവാടിൻ്റെ പേരായിരുന്നു. ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് മോചിതനായിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. വിജയ് ഒട്ടും വൈകിച്ചില്ല. ആ പഴയ താക്കോലുമായി അയാൾ തൻ്റെ ജീപ്പിലേക്ക് കയറി. കുമരകത്തെ ചതുപ്പ് നിലങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നീലാംബരി തറവാട്ടിലേക്ക് അയാൾ യാത്ര തിരിച്ചു. രാത്രിയുടെ ഇരുട്ടിൽ നീലാംബരി ഒരു പ്രേതാലയം പോലെ തോന്നിപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന ആ ക്രൂരമായ കൊലപാതകം നാട്ടുകാരുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. തറവാടിൻ്റെ പടിക്കലെത്തിയപ്പോൾ വിജയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും വിളി വന്നു. മറുതലയ്ക്കൽ കനത്ത ശ്വാസമല്ലാതെ സംസാരമൊന്നുമില്ലായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷ ശബ്ദം മന്ത്രിച്ചു. അന്വേഷണം നിർത്തുന്നതാണ് ഡോക്ടർക്ക് നല്ലത്. ഇൻസ്പെക്ടർ, നീലാംബരിയുടെ വാതിലുകൾ തുറന്നാൽ പിന്നെ അടയ്ക്കാനാവില്ല. വിജയ് മറുപടി പറയുന്നതിനു മുൻപേ കോൾ മുറിഞ്ഞു. ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സൈബർ സെല്ലിനോട് നിർദ്ദേശം നൽകിയ ശേഷം അയാൾ തറവാടിൻ്റെ അകത്തേക്ക് കടന്നു. കരിപിടിച്ച ആ താക്കോൽ കൃത്യമായി പ്രധാന വാതിലിൻ്റെ പൂട്ടിന് ചേരുന്നുണ്ടായിരുന്നു. അകത്ത് മരപ്പണികൾക്കിടയിൽ ചിതലുകൾ അരിച്ച ശബ്ദം മാത്രം. വിജയ് തൻ്റെ ടോർച്ച് തെളിച്ചു. ഹാളിൻ്റെ നടുവിൽ
പൊടി പിടിച്ച ഒരു കസേരയ്ക്ക് മുകളിൽ റിയയുടെ കഴുത്തിൽ കിടക്കാറുള്ള ആ മാല, പ്ലാറ്റിനം ചെയിൻ കിടക്കുന്നത് അയാൾ കണ്ടു. അതിനടുത്തായി ഭിത്തിയിൽ ചോക്കുകൊണ്ട് ഒരു ചിത്രം വരച്ചിരുന്നു. ഒരു പെൺകുട്ടിയുടെ രൂപം. ആ ചിത്രത്തിന് താഴെ ഒരൊറ്റ വാചകം എഴുതിയിരുന്നു: പഴയ കടങ്ങൾ തീർക്കാനുള്ളതാണ്. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു പാദസരത്തിൻ്റെ കിലുക്കം വിജയ് കേട്ടു. അയാൾ വേഗത്തിൽ പടികൾ കയറി മുകളിലെത്തി. അവിടെ ഒരു മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ടോർച്ച് വെളിച്ചം ആ മുറിയിലേക്ക് വീണപ്പോൾ വിജയ് സ്തംഭിച്ചു പോയി. മുറിക്കുള്ളിൽ ഭിത്തി നിറയെ റിയയുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. വിജയ് ആ മുറിയിലെ ഫോട്ടോകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവയൊന്നും ദൂരെ നിന്നെടുത്തവയായിരുന്നില്ല. പലതും റിയയുടെ വീട്ടിലെ സ്വീകരണ മുറിയിലും ക്ലിനിക്കിലും വെച്ച് വളരെ അടുത്തു നിന്ന് എടുത്തവയായിരുന്നു. ഇതിനർത്ഥം റിയയുടെ വളരെ അടുത്ത വൃത്തത്തിലുള്ള ആരോ ഒരാൾ ഈ ക്രൂരതയ്ക്ക് പിന്നിലുണ്ട്. മുറിയിലെ ഫോട്ടോകൾക്കിടയിൽ നിന്ന് വിജയ്ക്ക് ഒരു പഴയ പത്രവാർത്തയുടെ കട്ടിങ് കിട്ടി. 10 വർഷം മുൻപ് നടന്ന ആ വാർത്തയിലെ തലക്കെട്ട് ഇതായിരുന്നു: നീലാംബരി കൊലക്കേസ്, കുടുംബം ഒന്നടങ്കം കൊല്ലപ്പെട്ടു, ഏകസാക്ഷിയായ പെൺകുട്ടിയെ കാണാതായി. അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്നത് വിജയുടെ സീനിയർ ഓഫീസറായിരുന്ന റിട്ടയർഡ് DYSP രാഘവനായിരുന്നു. വിജയ് ഉടൻ തന്നെ രാഘവനെ വിളിച്ചു. സർ, നീലാംബരി കേസിൽ അന്ന് കാണാതായ ആ പെൺകുട്ടി, അവൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാകും? വിജയ് ചോദിച്ചു. അവൾക്കന്ന് 10 വയസ്സായിരുന്നു വിജയ്. അവളുടെ പേര് ശ്രേയ എന്നായിരുന്നു. ആ ദുരന്തത്തിന് ശേഷം അവൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല, രാഘവൻ പറഞ്ഞു. ശ്രേയ? യെസ്. റിയയുടെ ഡയറിയിൽ കണ്ട ആ മിസ്റ്ററി പേഷ്യൻ്റ് ശ്രേയ ആയിരുന്നു. പെട്ടെന്ന് തറവാടിൻ്റെ പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. വിജയ് ജനലിലൂടെ താഴേക്ക് നോക്കി. അത് നവീൻ്റെ കാറായിരുന്നു. ഈ പാതിരാത്രിയിൽ ആരും വരാൻ ഭയക്കുന്ന ഈ തറവാട്ടിലേക്ക് നവീൻ എന്തിനാണ് വന്നത്? വിജയ് ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് ചെന്നു. നവീൻ പരിഭ്രമത്തോടെ തറവാടിൻ്റെ പിന്നിലെ ഒരു പഴയ കിണറിനടുത്തേക്ക് നടക്കുന്നത് വിജയ് കണ്ടു. നവീൻ്റെ കയ്യിൽ ഒരു വലിയ കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. അയാൾ ആ ബാഗ് കിണറ്റിലേക്ക് ഇടാനാഞ്ഞതും വിജയ് പുറകിൽ നിന്ന് ഗർജിച്ചു. കൈ പൊക്കി നിൽക്ക് നവീൻ. നവീൻ ഞെട്ടിവിറച്ചു. ആ ബാഗ് അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. വിജയ് തോക്ക് ചൂണ്ടി ബാഗ് തുറക്കാൻ ആവശ്യപ്പെട്ടു. ബാഗ് തുറന്ന വിജയുടെ കണ്ണുകൾ തള്ളിപ്പോയി. അതിനുള്ളിൽ നിറയെ പണമായിരുന്നില്ല, മറിച്ച് രക്തം പുരണ്ട റിയയുടെ വസ്ത്രങ്ങളും ഒരു സർജിക്കൽ ബ്ലേഡുമായിരുന്നു. നവീൻ്റെ മുഖത്തെ ഭയം ഒരു കുറ്റവാളിയുടേതല്ല, മറിച്ച് വേട്ടയാടപ്പെട്ട ഒരു മൃഗത്തിൻ്റെതായിരുന്നു. വിജയ് അവനെ സ്റ്റേഷനിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. എന്നാൽ കിണറ്റിലെ നിഗൂഢത അയാളെ അസ്വസ്ഥനാക്കി. വിജയ് ടോർച്ച് വെളിച്ചം ആ പഴയ കിണറ്റിലേക്ക് അടിച്ചു. പായൽ പിടിച്ച ഭിത്തികൾക്കിടയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നു. അഗ്നിശമന സേനയുടെ സഹായത്തോടെ വിജയ് ആ കിണറ്റിലിറങ്ങി. താഴെ എത്തിയപ്പോൾ അയാൾ കണ്ടത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു അസ്ഥികുടം, അതിനോടൊപ്പം പുതുതായി ഉപേക്ഷിച്ച ഒരു ഫോണും. വിജയ് ആ ഫോൺ പരിശോധിച്ചു. അതിൽ നിന്ന് അവസാനമായി പോയ മെസ്സേജ് നവീൻ്റെ ഫോണിലേക്കായിരുന്നു. പഴയ പാപം നിന്നെ തേടി വരുന്നു. നിന്റെ പ്രിയപ്പെട്ടവൾ ഇപ്പോൾ എൻ്റെ തടവിലാണ്. വിജയ് നവീനെ ക്രൂരമായി ചോദ്യം ചെയ്തു. ഒടുവിൽ നവീൻ തകർന്നുപോയി. സർ, 10 വർഷം മുൻപ് നടന്നത് ഒരു കൊലപാതകമായിരുന്നില്ല, അതൊരു അപകടമായിരുന്നു. നീലാംബരി തറവാട്ടിലെ കുടുംബം മരിച്ചത് എൻ്റെ അച്ഛൻ കാരണമാണ്. ആ കേസ് ഒതുക്കി തീർക്കാൻ ഞങ്ങൾ കുറേ പണം ചെലവാക്കി. അന്ന് രക്ഷപ്പെട്ട ആ പെൺകുട്ടി ശ്രേയ, അവൾ തിരിച്ചു വന്നിരിക്കുന്നു. അവളാണ് റിയയെ തട്ടിക്കൊണ്ടുപോയത്. വിജയ് സ്തംഭിച്ചു പോയി. അപ്പോൾ റിയയുടെ ക്ലിനിക്കിൽ വന്നിരുന്ന ആ ശ്രേയ തന്നെയായിരുന്നു. അവൾ റിയയോട് തൻ്റെ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടാകുമോ? പെട്ടെന്ന് സൈബർ സെല്ലിൽ നിന്ന് വിവരം വന്നു. റിയയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് കോട്ടയത്തെ ഒരു പഴയ മാനസികാരോഗ്യ കേന്ദ്രത്തിനടുത്താണ്. അത് വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ഒന്നായിരുന്നു. വിജയ് അങ്ങോട്ടേക്ക് കുതിച്ചു. പഴയ ആ കെട്ടിടത്തിൻ്റെ ഇടനാഴികളിൽ ടോർച്ച് വെളിച്ചവുമായി നടക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു പാട്ട് കേട്ടു.
ഒരു താരാട്ടുപാട്ട്. അത് റിയയുടെ ശബ്ദമായിരുന്നു. എന്നാൽ ആ പാട്ടിൽ വേദനയല്ല, ഭയമായിരുന്നു നിഴലിച്ചിരുന്നത്. വിജയ് ഒരു മുറിയിലേക്ക് ഇരച്ചു കയറി. അവിടെ റിയയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. അവൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, മുഖം മറച്ച നിലയിൽ. അവളുടെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ, നിയമം ചെയ്യാത്തത് ഞാൻ ചെയ്യും, ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിജയ് തൻ്റെ തോക്ക് താഴ്ത്തി. ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ പകയും വേദനയും അയാൾക്ക് കാണാമായിരുന്നു. ഒരു വെടിയുണ്ടയേക്കാൾ അവളെ കീഴ്പ്പെടുത്താൻ വാക്കുകൾക്ക് കഴിയുമെന്ന് വിജയ് വിശ്വസിച്ചു. ശ്രേയ, നിന്റെ വേദന എനിക്ക് മനസ്സിലാകും. 10 വർഷം മുൻപ് നീലാംബരിയിൽ നടന്നത് അനീതിയാണ്. പക്ഷേ ഡോക്ടർ റിയ നിരപരാധിയാണ്. നവീൻ ചെയ്ത തെറ്റിന് നീ എന്തിനാണ് റിയയെ ശിക്ഷിക്കുന്നത്? വിജയ് ശാന്തനായി ചോദിച്ചു. പെൺകുട്ടി പൊട്ടിച്ചിരിച്ചു. അവൾ തൻ്റെ മുഖത്തെ മറ നീക്കി. വിജയ് ഞെട്ടിപ്പോയി. അത് ശ്രേയ ആയിരുന്നില്ല, അത് റിയയുടെ ക്ലിനിക്കിലെ നഴ്സായ അനഘയായിരുന്നു. ഇൻസ്പെക്ടർ, ഞാൻ ശ്രേയ അല്ല, പക്ഷേ ശ്രേയ എൻ്റെ സഹോദരിയായിരുന്നു. നീലാംബരിയിലെ ആ രാത്രിയിൽ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ അവൾ ആ കിണറ്റിൽ വീണ് മരിക്കുകയായിരുന്നു. നവീൻ്റെ അച്ഛൻ അവളെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു. ആ അസ്ഥികൂടം എൻ്റെ അനിയത്തിയുടേതാണ്. അനഘയുടെ ശബ്ദം കഠിനമായി. റിയയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾക്ക് അനഘയെ അറിയാമായിരുന്നു, പക്ഷേ അവളുടെ ഈ വശം ആദ്യമായി കാണുകയായിരുന്നു. റിയയെ ഞാൻ കൊല്ലില്ല ഇൻസ്പെക്ടർ, പക്ഷേ നവീൻ അനുഭവിക്കണം. അവൻ ഇത്രയും കാലം സുഖമായി ജീവിച്ചത് എൻ്റെ കുടുംബത്തിൻ്റെ ചോരയ്ക്ക് മുകളിലാണ്. ഈ ബ്ലേഡ് കൊണ്ട് അവനെ ഞാൻ പിച്ചു ചീന്തും, അനഘ ആക്രോശിച്ചു. പെട്ടെന്ന് അനഘയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നവീൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും നില ഗുരുതരമാണെന്നുമുള്ള വാർത്തയായിരുന്നു അത്. അനഘ ഒരു നിമിഷം തളർന്നു. ആ തക്കം നോക്കി വിജയ് മുന്നോട്ടാഞ്ഞ് അവളെ കീഴ്പ്പെടുത്തി. റിയയെ അഴിച്ചുവിടുമ്പോൾ അവൾ ബോധരഹിതയായി വിജയുടെ കൈകളിലേക്ക് വീണു. റിയയെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ വിജയുടെ മനസ്സ് ശാന്തമായില്ല. അനഘയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ വിജയുടെ കാതിൽ മന്ത്രിച്ചു. ഇൻസ്പെക്ടർ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് അവസാനിച്ചിട്ടില്ല. നവീൻ്റെ അച്ഛൻ മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത്, മറ്റൊരാൾ കൂടിയുണ്ട്. വിജയ് ആ പഴയ ഫയലുകൾ വീണ്ടും തുറന്നു. അനഘയുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നവീൻ്റെ അച്ഛൻ പണിക്കർ മരിച്ചിട്ട് വർഷങ്ങളായി. ഇനി ആരെയാണ് തിരയേണ്ടത്? വിജയ് നേരെ പോയത് നവീൻ്റെ തറവാട്ടിലേക്കാണ്. അവിടെ പണിക്കരുടെ പഴയൊരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു. പൊടി പിടിച്ച ആ മുറിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വിജയുടെ കണ്ണിൽ പെട്ടു. പണിക്കരും മറ്റൊരു വ്യക്തിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. ആ വ്യക്തിയെ കണ്ടതും വിജയ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അത് മറ്റാരുമല്ല, ഈ കേസിൻ്റെ തുടക്കത്തിൽ വിജയെ സഹായിച്ച റിട്ടയർഡ് DYSP രാഘവനായിരുന്നു. അപ്പോൾ നീലാംബരി കേസ് ഒതുക്കി തീർത്തത് രാഘവൻ്റെ സഹായത്തോടെയാണോ? 10 വർഷം മുൻപ് നടന്ന ആ ക്രൂരതയിൽ രാഘവനും പങ്കുണ്ടായിരുന്നോ? വിജയ് ആ ഫോട്ടോയുമായി രാഘവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. രാഘവൻ തൻ്റെ പൂമുഖത്ത് ശാന്തനായി ഇരിക്കുകയായിരുന്നു. വിജയ് ആ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു. സർ, പണിക്കരും നിങ്ങളും തമ്മിൽ ഇത്രയും അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നീലാംബരി കേസിൽ അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാഘവൻ്റെ മുഖത്തെ ഭാവം മാറി. അയാൾ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. വിജയ്, ചില സത്യങ്ങൾ കുഴിച്ചു മൂടുന്നതാണ് എല്ലാവർക്കും നല്ലത്. അത് പുറത്തെടുത്താൽ പലരും ഇല്ലാതാകും. റിയ ഇപ്പോൾ ആശുപത്രിയിലാണ് സർ. അനഘ ജയിലിലും. ഇനിയെങ്കിലും ആ സത്യം പറയൂ, വിജയ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. രാഘവൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഒരു പഴയ ടേപ്പ് റെക്കോർഡറുമായി തിരിച്ചു വന്നു. ഇതിൽ 10 വർഷം മുൻപ് നടന്നതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. വിജയ് ആ ടേപ്പ് പ്ലേ ചെയ്തു. അതിൽ കേട്ട ശബ്ദം പണിക്കരുടേതായിരുന്നു. പക്ഷേ അതിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട്. നീലാംബരിയിലെ കുടുംബത്തെ കൊന്നത് നവീനല്ല, നവീൻ്റെ അച്ഛനുമല്ല, അത് റിയയുടെ അച്ഛനായിരുന്നു. വിജയ് ആകെ അമ്പരന്നുപോയി. 10 വർഷം മുൻപുള്ള ആ രക്തരൂഷിതമായ രാത്രിയിലെ വില്ലൻ റിയയുടെ അച്ഛനായിരുന്നോ?
ഒരു സൈക്കോളജിസ്റ്റായ റിയ തൻ്റെ കുടുംബത്തിൻ്റെ ഈ ഇരുണ്ട വശം അറിഞ്ഞിരുന്നോ? രാഘവൻ ആ പഴയ കഥ പറഞ്ഞു തുടങ്ങി. വിജയ്, റിയയുടെ അച്ഛൻ ഡോക്ടർ ശേഖരൻ, നവീൻ്റെ അച്ഛൻ പണിക്കരുടെ ബിസിനസ് പങ്കാളിയായിരുന്നു. നീലാംബരി തറവാട്ടുകാർക്ക് പണിക്കരോട് വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നു. അത് തീർക്കാൻ അവർ തയ്യാറാകാത്തപ്പോൾ ആ തറവാട് പിടിച്ചെടുക്കാൻ പണിക്കരും ശേഖരനും ചേർന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ശേഖരൻ അവിടെയുള്ളവരെ കൊലപ്പെടുത്തിയപ്പോൾ ആ പെൺകുട്ടിയെ കിണറ്റിലേക്ക് തള്ളിയത് പണിക്കരായിരുന്നു. രാഘവൻ ഒരു നിമിഷം നിർത്തി. ഞാൻ അന്ന് പോലീസ് ഓഫീസറായിരുന്നു. എൻ്റെ മകളുടെ ശസ്ത്രക്രിയക്കായി എനിക്ക് വലിയൊരു തുക ആവശ്യമായി വന്നു. ആ പണം പണിക്കർ എനിക്ക് നൽകി. അതിനു പകരമായി ആ കേസ് ഞാൻ അട്ടിമറിച്ചു. അതുകൊണ്ട് തന്നെ 10 വർഷമായി ഞാൻ നീറുകയാണ്. വിജയ് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. റിയയ്ക്ക് ബോധം വീണിട്ടുണ്ടാകും. അവൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് കണ്ടെത്തണം. ഹോസ്പിറ്റലിൽ എത്തിയ വിജയ് കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. റിയയുടെ മുറിക്ക് മുന്നിൽ നിന്നിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ബോധരഹിതനായി കിടക്കുന്നു. മുറിക്കുള്ളിൽ റിയയെ കാണാനില്ല. അവിടെ ഒരു കുറിപ്പ് കിടപ്പുണ്ടായിരുന്നു. നീതി നടപ്പാക്കാൻ നിയമത്തിന് കഴിയില്ലെങ്കിൽ ഇരകൾ അത് ഏറ്റെടുക്കും. ശേഖരൻ്റെ മകൾ അവസാനത്തെ സത്യം അറിയാൻ സമയമായി. വിജയ് ഉടൻ തന്നെ ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ വേഷത്തിൽ വന്ന ഒരാളാണ് റിയയെ കടത്തിക്കൊണ്ടുപോയത്. അയാളുടെ മുഖം വ്യക്തമല്ലെങ്കിലും അയാളുടെ കൈത്തണ്ടയിലെ ഒരു ടാറ്റു വിജയ് ശ്രദ്ധിച്ചു. ഒരു ചുവന്ന റോസാപ്പൂവ്. ആദ്യ ദിവസം കണ്ട പൂവിതളും ഈ ടാറ്റുവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ ഡ്രൈവർ ആരാണ്? അവൻ റിയയെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? വിജയ് ആ ടാറ്റു തൻ്റെ ഓർമ്മയിൽ തിരഞ്ഞു. ചുവന്ന റോസാപ്പൂവ്, അത് വെറുമൊരു അടയാളമല്ല. അയാൾ പെട്ടെന്ന് പഴയ കേസ് ഡയറികളിലേക്ക് മടങ്ങി. നീലാംബരി കേസിൽ കൊല്ലപ്പെട്ട കുടുംബത്തിലെ ഗൃഹനാഥന് ഒരു സഹോദരനുണ്ടായിരുന്നു, ആകാശ്. ഒരു പ്രശസ്ത ചിത്രകാരനായിരുന്ന ആകാശിൻ്റെ പ്രിയപ്പെട്ട ചിഹ്നമായിരുന്നു ചുവന്ന റോസ്. വിജയ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ആ ആംബുലൻസ് ട്രാക്ക് ചെയ്തു. അത് നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു സെമിത്തേരിക്കടുത്താണ് അവസാനമായി കണ്ടത്. ആകാശ്, അവൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അവൻ തിരിച്ചു വന്നത് പ്രതികാരത്തിനാണോ? വിജയ് സെമിത്തേരിയിൽ എത്തിയപ്പോൾ കണ്ടത് ഭയാനകമായ ഒരു ഒരുക്കമാണ്. അവിടെ ഒരു ശവക്കല്ലറയ്ക്ക് മുകളിൽ റിയയെ ബോധരഹിതയായി കിടത്തിയിരിക്കുന്നു. ആ ശവക്കല്ലറയിൽ എഴുതിയിരിക്കുന്നത് ശ്രേയ എന്നായിരുന്നു. ആകാശ് അവളുടെ അരികിൽ ഒരു കന്നാസ് പെട്രോളുമായി നിൽക്കുന്നു. ഇൻസ്പെക്ടർ, എൻ്റെ ജ്യേഷ്ഠനെയും കുടുംബത്തെയും കൊന്ന ശേഖരൻ്റെ മകൾക്ക് ഇതിലും വലിയൊരു മരണം നൽകാനില്ല. ആകാശ് അലറി. അവൻ്റെ കണ്ണുകളിൽ ഭ്രാന്തമായ പകയായിരുന്നു. ആകാശ്, നിയമം കയ്യിലെടുക്കരുത്. ശേഖരൻ ചെയ്ത തെറ്റിന് റിയ എന്തു പിഴച്ചു? വിജയ് അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. നിയമമോ? 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? എൻ്റെ അനിയത്തിയുടെ അസ്ഥികൂടം ആ കിണറ്റിൽ കിടന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ആകാശ് ലൈറ്റർ തെളിച്ചു. പെട്ടെന്ന് റിയയ്ക്ക് ബോധം തെളിഞ്ഞു. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആകാശ്, എനിക്ക് അറിയാമായിരുന്നു. അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അനഘയെ സഹായിച്ചത്. നീലാംബരിയിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞാനാണ് അവളെ പ്രേരിപ്പിച്ചത്. വിജയ് ഞെട്ടിപ്പോയി. റിയയ്ക്കെല്ലാം അറിയാമായിരുന്നു. അവൾ സ്വയം ഒരു ഇരയായി നിന്ന് തൻ്റെ അച്ഛൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായിരുന്നു. റിയയുടെ വാക്കുകൾ കേട്ട് ആകാശ് ഒരു നിമിഷം തരിച്ചു നിന്നു. അവൻ്റെ കയ്യിലിരുന്ന ലൈറ്റർ വിറച്ചു. നീ എന്തിനാണ് അനഘയെ സഹായിച്ചത്? ആകാശ് സംശയത്തോടെ ചോദിച്ചു. എൻ്റെ അച്ഛൻ ശേഖരൻ ഒരു കൊലപാതകിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നീറുകയായിരുന്നു, റിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ക്ലിനിക്കിൽ വന്ന അനഘയുടെ കണ്ണുകളിൽ ഞാൻ ആ പഴയ നീലാംബരിയുടെ വേദന കണ്ടു. നവീനെ വിവാഹം കഴിച്ചതുപോലും ആ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനായിരുന്നു. നവീൻ നിരപരാധിയാണ്. പക്ഷേ അവൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ചെയ്ത ക്രൂരതയ്ക്ക് ലോകത്തിനു മുന്നിൽ മറുപടി നൽകാൻ ഞാൻ തയ്യാറായിരുന്നു. എന്നെ കൊന്നോളൂ ആകാശ്,
പക്ഷേ ഈ സത്യം പുറം ലോകം അറിയണം. വിജയ് ഈ സമയം പതുക്കെ ആകാശിന് പിന്നിലേക്ക് നീങ്ങി. പക്ഷേ ആകാശ് അത് ശ്രദ്ധിച്ചു. അവൻ ലൈറ്റർ ജ്വലിപ്പിച്ചു. നിന്റെ പ്രായച്ചിത്തം നിന്റെ മരണം തന്നെയാണ് റിയ. പെട്ടെന്ന് ഒരു വെടിവെച്ച സെമിത്തേരിയിൽ മുഴങ്ങി. വിജയ് ആയിരുന്നില്ല വെടിവെച്ചത്. ദൂരെ നിന്ന് പോലീസ് യൂണിറ്റുമായി വന്ന മറ്റൊരു സംഘമായിരുന്നു അത്. വെടിയുണ്ട ആകാശിന്റെ തോളിലാണ് കൊണ്ടത്. അവൻ നിലത്തു വീണു. വിജയ് വേഗത്തിൽ ഓടിച്ചെന്ന് റിയയെ ആ ശവക്കല്ലറയിൽ നിന്ന് മാറ്റി. 1 മാസത്തിന് ശേഷം കോട്ടയം നഗരം ശാന്തമാണ്. പക്ഷേ വാർത്തകളിൽ ഇപ്പോഴും നീലാംബരി കേസ് നിറഞ്ഞു നിൽക്കുന്നു. ശേഖരൻ ഡോക്ടറുടെയും പണിക്കരുടെയും പഴയ ബിസിനസ് ഇടപാടുകളും കൊലപാതകങ്ങളും പുറത്തു വന്നു. കുറ്റബോധം വേട്ടയാടിയ DYSP രാഘവൻ തൻ്റെ കുറ്റസമ്മതം നടത്തി പോലീസിന് കീഴടങ്ങി. അനഘയെയും ആകാശിനെയും കോടതി റിമാൻഡ് ചെയ്തു. വിജയ് തൻ്റെ ഓഫീസിലിരുന്ന് ആ ചുവന്ന റോസാപ്പൂവിതൾ നോക്കി. അത് ഇപ്പോൾ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. റിയ നഗരം വിട്ടുപോയി. തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചുവെച്ച് അവൾ മറ്റൊരിടത്ത് പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു. യാത്രയാകുമ്പോൾ അവൾ വിജയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ഇൻസ്പെക്ടർ, ചില മുറിവുകൾ കാലം ഉണക്കില്ല, പക്ഷേ നീതിക്ക് അവയെ ശാന്തമാക്കാൻ കഴിയും. നീലാംബരിയിലെ നിശബ്ദമായ നിലവിളികൾക്ക് ഇപ്പോൾ അറുതിയായിരിക്കുന്നു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ വിജയുടെ മനസ്സ് പ്രക്ഷുബ്ധാവസ്ഥയില്ലായിരുന്നു. ഒരു വലിയ നിഗൂഢതയുടെ മഞ്ഞുരുകിയ ആശ്വാസത്തിൽ അയാൾ ആ ഫയൽ എന്നേക്കുമായി ക്ലോസ് ചെയ്തു.